ലെവൽ NCERT ചോദിച്ചിരുന്നു. നിങ്ങൾ ഈ ടോപ്പിക് എങ്കിലും നോക്കാതെ പോകരുത്. സെയിം ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശവും 4-ലും ചോദിച്ചിട്ടുണ്ട്. ആരോഗ്യക്ഷേമത്തിൽ കുറച്ചധികം ഉണ്ട് പഠിക്കാനായിട്ട്. നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LDCയുടെ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, കാസർഗോഡ്, തൃശ്ശൂർ. അപ്പൊ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടി, എല്ലാവരും അനലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇനി അടുത്ത ഘട്ടം 7-ാം തീയതി ഉണ്ട്, അതിന് 2-3 ദിവസങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇനി അടുത്ത 2 ഘട്ടങ്ങൾ കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് പഠിക്കേണ്ടത്? കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കണോ? കുറച്ച് NCERT, SCERT ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണോ പഠിക്കേണ്ടത്? അപ്പൊ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് ഒരു സൊല്യൂഷൻ അല്ല, അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് എന്താണ്, ട്രിവാൻഡ്രം, കണ്ണൂര് കഴിഞ്ഞു, കൊല്ലം, പിന്നെ ഇപ്പൊ 3-ാമത്തെ സ്റ്റേജും കഴിഞ്ഞു. അപ്പൊ അതിലിപ്പോ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഏതാണ്ട് ഏറെക്കുറെ 3 കുഴപ്പമില്ലാണ്ട് പോയി, മലയാളം, മാത്സ്, ഇംഗ്ലീഷ്. അടുത്ത് കൊല്ലം വരുമ്പോ മാത്സിൽ ഇച്ചിരി ജോമെട്രി ആണ് കൂടുതലായിട്ട് ചോദിച്ചത്. പാഠമെന്നല്ല, അത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ കൂടുതലും ജിയോമെട്രി എന്ന് ചോദിച്ചത്. അപ്പൊ ബാക്കിയുള്ള എല്ലാം കൂടെ പഠിച്ചിട്ട് പോയവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നി. അടുത്ത് ഇതില് 3rd സ്റ്റേജിൽ വരുമ്പോഴത്തേനും മലയാളം എന്ത് ചെയ്തു, കുറച്ച് പാടായിട്ട് തോന്നി. കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, കുറച്ചധികം കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് പറയാം. അപ്പൊ ബാക്കി ഇംഗ്ലീഷ്, അപ്പൊ ഇത്രയും 3 ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാണ്ടാണോ? അപ്പൊ ഇനി അടുത്ത എക്സാംസിൽ ഇംഗ്ലീഷ് ആണോ പാടും, നമുക്ക് അത് അറിയില്ല. അപ്പൊ PSC എന്തിടും അതിനെപ്പറ്റി നമുക്ക് അറിയില്ല. അപ്പം ഈ 3 സബ്ജക്റ്റിനെ പറ്റി അത് നമ്മൾ തന്നെ പഠിച്ചിട്ട് പോകണം. മാത്സ് ആയാലും ചിലപ്പോൾ മാത്സിന് ഇപ്പൊ അടുത്ത ജിയോമെട്രി ആണോ ചോദിക്കാമെന്ന് നമുക്ക് അറിയില്ല. അപ്പം ക്ലോക്ക്, കലണ്ടർ ഒന്നും ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ ചോദിച്ചിരുന്നില്ല. അപ്പൊ ഇപ്പൊ ക്ലോക്ക്, കലണ്ടർ ഒക്കെ ഈ ഘട്ടത്തിൽ ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യാ, അപ്പം നിങ്ങൾ ആ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ എന്ത് ചെയ്യാ, കുറച്ച് നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. അപ്പം എല്ലാം കണക്റ്റഡ് ഫാക്ട്സ് തന്നെ പഠിക്കണമെന്നില്ല. അപ്പൊ എല്ലാം സിലബസ് വൈസ് നിങ്ങൾ എല്ലാം ഒന്ന് നോക്കിയിട്ട്. അപ്പൊ നമ്മളിവിടെ GK പറ്റിയാണ് പറയുന്നത്. GKയിൽ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് പഠിച്ച്. അപ്പൊ നമ്മൾ TVMന്റെ LDC കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ഇതായിരിക്കും ഇനി വരിക എന്ന് പറഞ്ഞിട്ട് സുപ്രധാന നിയമങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ആ സുപ്രധാന നിയമങ്ങളിൽ നിന്ന് അത് പഠിച്ചിട്ട് പോയവർക്ക് ഉപകാരമായിരിക്കും. അതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചിരുന്നു, വീഡിയോ ചെയ്തിരുന്നു. അപ്പം അടുത്ത ഘട്ടങ്ങളിലും അത് തന്നെയാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെയാണ് പഠിക്കുക? ഈ ഇടയ്ക്ക് 2-ാമത്തെ കൊല്ലത്ത് NCERT, SCERT ക്വസ്റ്റ്യൻസ് കുറച്ചധികം NCERT ഹയർ സെക്കൻഡറി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ SCERT ആണ് എല്ലാവരും പഠിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് NCERT ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അതാണോ പഠിക്കണം? അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇനി അത് പഠിക്കാൻ സമയമില്ല, ഇനി NCERTയും കൂടെ പഠിക്കണോ? അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ പറയുന്ന അതുപോലെ ഫോളോ ചെയ്യണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും നമ്മള് കണക്റ്റഡ് ഫാക്ട്സ് മാത്രം പഠിക്കണമെന്ന് ചോദിച്ചാല് കണക്റ്റഡ് ഫാക്ട്സും പഠിച്ചിട്ട് പോകണം എന്ന് തന്നെ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ കണക്റ്റഡ് ഫാക്ട്സ് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ, എല്ലാം പഠിക്കണം. ഇപ്പൊ നിങ്ങൾ എന്തായാലും റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. 7-ാം തീയതി ഉള്ളവർ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത ഘട്ടങ്ങളിലേക്കുള്ളവർ എന്തായാലും റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ചിലവര് കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല, ചിലവരെല്ലാം പഠിച്ചിട്ട് റിവിഷൻ നടത്തുന്നത്. അപ്പൊ ആ റിവിഷനിൽ കൂടി നിങ്ങൾ ഈ കണക്റ്റഡ് ഫാക്ട്സ് കൂടി എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. കണക്റ്റഡ് ഫാക്ട്സും SCERTയും കൂടെ ഉൾപ്പെടുത്തുക. നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നതിൽ തന്നെ വീണ്ടും ഇനി പഠന രീതി മാറ്റാനും അതൊന്നും നിങ്ങൾ നിൽക്കണ്ട. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കണോ, ഇനി പഠന രീതി മാറ്റണോ, SCERT, NCERT കൂടുതലാക്കി ഉൾപ്പെടുത്തണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോ എല്ലാം ഒന്നേന്ന് പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവര് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ 3-4 എക്സാമിൻസിന് ചോദിച്ച 4 എക്സാംസ് ഖാദി LDC കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു ലാബ് അറ്റൻഡറും ഒരു സെയിൽസ് അസിസ്റ്റന്റ്, അങ്ങനെ കുറച്ച് എക്സാംസ് അധികം നടന്നിട്ടുണ്ട്. അതിൽ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കഷനും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം റിലേറ്റഡ് ഫാക്ട്സ് ആണ് അവര് GKയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരേ ഏരിയയിൽ നിന്ന്, ഒരേ ടോപ്പിക്കിൽ നിന്ന് പല പല ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾക്ക് ഇനിയുള്ള GK മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാല്, അപ്പൊ ഈ ഒരുപാട് പേർക്ക് ടെൻഷനാണ് ഇനി എങ്ങനെ പഠിക്കണം. നിങ്ങൾക്ക് ഈ ടെൻഷൻ കാരണം നിങ്ങൾ എന്താണ്, എക്സാം ഹാളിൽ വന്നിട്ട് നെഗറ്റീവ് മാർക്ക് കൂട്ടാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ കുറെ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ പഠിച്ചതിന് ഒരു ബലം കിട്ടണമെങ്കിൽ
ടെൻഷൻ അടിച്ച് വെറുതെ നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാല് എക്സാം ഹാളിൽ ഇരിക്കും, ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കും, പാടാണ്, അപ്പൊ തന്നെ മനസ്സൊന്ന് പാടാ, എക്സാം പാടാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് എഴുതാനിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഒരു 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 60 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കറുപ്പിച്ചിട്ട് അത് എണ്ണി നോക്കുമ്പോ 50 ആയുള്ളൂ, അപ്പൊ ഇനി കുറച്ചുകൂടി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി ഒരു ടൈം ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് പാടാവുമ്പോ കുറച്ച് ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മളത് വിട്ടിട്ട് കുറച്ച് സമയം ബാക്കി, ആ സമയത്താണ് ഈ കറുപ്പിക്കുന്നത് കൂടുന്നത്. ആ സമയത്ത് കറുപ്പിക്കുന്നത് ഭൂരിഭാഗവും നെഗറ്റീവിലേക്ക് പോകാറുള്ളൂ. ചിലവർക്ക് അത് പോസിറ്റീവായിട്ട് വരാറുണ്ട്, പക്ഷെ അത് വളരെ ചുരുക്കമാണ്. അപ്പൊ കൂടുതലും അത് നെഗറ്റീവിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ കട്ട് ഓഫിനെ പറ്റിയോ അതിന് എന്തായിരിക്കും ഓരോ സ്റ്റേജിന്റെ കട്ട് ഓഫ് അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. എന്നാൽ ഒരു 60-70 മാർക്കൊക്കെ വാങ്ങിച്ചവർക്ക് അത്യാവശ്യം ചാൻസ് ഉണ്ട്. 70 വാങ്ങിച്ചവർക്ക് നല്ല ചാൻസ് ഉണ്ട്. കൊല്ലം കണ്ണൂരൊക്കെ ആണെങ്കിൽ 70 നല്ല മാർക്കാണെന്ന് തോന്നുന്നു. അപ്പൊ അതിനെ പറ്റിയൊന്നും കട്ട് ഓഫിന് എത്രയാവും അതിന്റെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇനി എക്സാം എഴുതുന്ന ഒരു ടെൻഷൻ അടിച്ചു. അപ്പൊ ഇങ്ങനെ NCERT കണ്ടു, ഈ ചില ടയറുകൾക്ക് പാട്, ചില സ്റ്റേജിന് എളുപ്പം, അങ്ങനെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ എന്റെ സ്റ്റേജ് എന്താവും എന്നത് ടെൻഷൻ അടിച്ചാണ് പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് എഴുതിയാൽ മതി. വെറുതെ കൂടുതൽ വായിച്ച് ഇതിൽ 2 ഓപ്ഷൻ എനിക്കറിയാം, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും എന്ന് വെച്ച് വെറുതെ കറക്കി കുത്താതിരിക്കുക. അറിയുന്നത് എന്താണോ അത് മാത്രം എഴുതിയിട്ട് പോവുക. എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നവരുടെ ഒരു മാനസികാവസ്ഥയല്ല, പുറത്തുനിന്ന് കാണുന്നവരുടെ പുറത്തുനിന്ന് എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അവരെന്ത് ചെയ്യും, അത് എഴുതി നോക്കിയിട്ട് അത് ഭയങ്കര എളുപ്പമാണെന്ന് പറയും. പക്ഷെ അകത്ത് കയറുന്നവരുടെ മാനസികാവസ്ഥ നമുക്ക് വേറെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും നാള് പഠിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ ആൻസറും ക്വസ്റ്റ്യനും എല്ലാം നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇത്രയും നാള് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അത് നമ്മൾ ആ സമയത്ത് ആ 1.5 മണിക്കൂറിൽ നമ്മുടെ മനസ്സിൽ വരികയും നമുക്കത് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് എക്സാം എളുപ്പമാവുന്നത്. അല്ലാതെ അല്ലാത്തവർക്ക് അത് പാടായിരിക്കും. ഒരു നന്നായിട്ട് പഠിച്ചവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഒരു മിഡിൽ നിൽക്കുന്ന ബേസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ അങ്ങ് നന്നായിട്ടെല്ലാം അറിയില്ല, ആ ഒരു ആളുകൾക്കാണ് ഈ നെഗറ്റീവ് കൂടുതൽ വരുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോ പാടാണ്, അപ്പൊ ഇനി കിട്ടുന്നതൊക്കെ കറുപ്പിക്കുക എന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു മിഡിൽ നിൽക്കുന്നവർക്കാണ് നമ്മുടെ എക്സാം പാടായിരുന്നു. അപ്പം സാധാരണ എന്താ വെച്ചാൽ എന്റെ സ്റ്റേജ് പാടായിരുന്നു, ബാക്കിയുള്ള സ്റ്റേജ് എല്ലാം എളുപ്പമാണ് എന്നാണ് ഓരോ ഉദ്യോഗാർത്ഥികളും പറയുന്നത്. എനിക്ക് മാത്രം പാടായിപ്പോയി. അത് എല്ലാ എക്സാം എഴുതുന്നവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ എഴുതുന്ന എക്സാം പാട്, ബാക്കിയുള്ള സ്റ്റേജും എളുപ്പമായിരുന്നു. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് അതിന്റെ കൺഫ്യൂഷൻ, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേജുകൾക്ക് എളുപ്പമായിരുന്നു, കൂടെ പഠിച്ചവർക്ക് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ടെൻഷൻ കാരണം നെഗറ്റീവ് കുറയ്ക്കുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഞാൻ പറയുന്നതല്ല. ഒരു ടെൻഷൻ കാരണം ഒരുപാട് പേർക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. അത് എക്സാം പാടാണ്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് ഒരു പാടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കറുപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് വന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 100 കറുപ്പിച്ചിട്ട് വന്നു. നിങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എത്രയോ കാലം എടുത്ത് പഠിച്ചു വരുന്നതാണ്. ആ 1.5 മണിക്കൂറിൽ നമുക്ക് ആ പഠിച്ചത് പ്രയോഗിക്കാൻ പറ്റണം, അവിടെ നമുക്ക് എഴുതാൻ കഴിയണം. അവിടെയാണ് നിങ്ങൾക്ക് എളുപ്പമാണോ പാടാണോ എന്ന് തീരുമാനിക്കുക. നിങ്ങൾ എഴുതുന്നതനുസരിച്ചിരിക്കും. ഞാനത് മോട്ടിവേഷൻ ആയിട്ടൊന്നും പറയുന്നതല്ല. നമുക്ക് കണക്റ്റഡ് ഫാക്ട്സ്, ഞാൻ GK മാത്രമേ പറയുന്നുള്ളൂ. കണക്റ്റഡ് ഫാക്ട്സ് എങ്ങനെ നമുക്ക് അടുത്ത എക്സാംസിൽ ഉൾപ്പെടുത്താം, അത് എത്രത്തോളം ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഓരോന്നായിട്ട് എടുക്കുവാണെങ്കിൽ കമ്മീഷനുകൾ നോക്കുകയാണെങ്കിൽ കമ്മീഷൻ സുപ്രധാന നിയമങ്ങളും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് LDC TVM കഴിഞ്ഞപ്പോ തന്നെ ചെയ്തിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളത് വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് പോകണം, എല്ലാം ഡീപ്പായിട്ട്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ, ഒരു കമ്മീഷൻ ബോക്സ് ആയിട്ട് എടുത്ത് അതിന്റെ വർഷവും അതിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ, അങ്ങനെയല്ല, ഒരു കാര്യം പഠിക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് പഠിച്ചിട്ട് പോകും. അപ്പം NCERT SCERT ചോദിക്കുന്നുണ്ട്, അത് പഠിക്കണമെന്നല്ല. ഒരു 10th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഒരു കണ്ണൂരിന് എന്ത് ചെയ്തു, ഹയർ സെക്കൻഡറി ലെവൽ NCERT ചോദിച്ചിരുന്നു. എന്ന് വെച്ചിട്ട് SCERT പഠിക്കാതെ പോണ്ടെന്നല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് പഠിക്കുമ്പോൾ SCERTയുടെ ചാപ്റ്റേഴ്സ് നോക്കുക, എന്താണോ പോക്സോ ആക്ട് അത് പഠിച്ചിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ആ ഏരിയ എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കമ്മീഷൻസ് നോക്കുകയാണെങ്കിൽ പോക്സോ ആക്ട്, വുമൻസ് കമ്മീഷൻ, ഡൊമസ്റ്റിക് വയലൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, RTA വിവരാവകാശം, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോക്സോ ആക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും നോക്കാണ്ട് പോകരുത്. കണക്റ്റഡ് ഫാക്ട്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചോദിച്ചു എന്നുള്ളത് കാണിക്കാം. പോക്സോ ആക്ട്, വുമൻസ് കമ്മീഷൻ, ഡൊമസ്റ്റിക് വയലൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, RTA,
ഇത് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം. റിവിഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് റിവിഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. കണക്റ്റഡ് ഫാക്ട്സ് നോക്കാത്തവരാണെങ്കിൽ, അതായത് ഇതൊന്നും പഠിക്കാത്തവർ, ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിച്ചവരായിരിക്കും. അപ്പൊ ഇത് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നോക്കിയിട്ട് പോകണം എന്നാണ് പറയുന്നത്. പിന്നെ അറ്റ് ലാസ്റ്റ് എന്താണ്, PSC ആണ്. അവര് ചിലപ്പോ മാറ്റി ചോദിക്കാം. നമുക്ക് ഏറ്റവും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇതുവരെ ചോദിച്ച, അതായത് 3 സ്റ്റേജ് കഴിഞ്ഞ് ബാക്കി പിന്നെ ഖാദി LDC ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. ഇനി അറ്റ് ലാസ്റ്റ് PSC എന്തൊക്കെ ചെയ്യുമെന്ന്, എന്തൊക്കെയാണ് മാറ്റം വരുത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും വലിയ മാറ്റങ്ങളൊന്നും വരുത്തത്തില്ല. ഇതുപോലെ തന്നെ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കമ്മീഷൻസ് നോക്കാം. പോക്സോ ആക്ട്, വുമൻസ് കമ്മീഷൻ, ഡൊമസ്റ്റിക് വയലൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഇത് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് അപ്പൊ നമുക്ക് ഇതിലെ പോക്സോ ആക്ടിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ, ട്രിവാൻഡ്രം LDCയിലെ പോക്സോ ആക്ടിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണിത്. 2 ചോദിച്ചിട്ടുണ്ട്. അടുത്ത് കൊല്ലം LDCയിലാണെങ്കിലും 2 ചോദിച്ചിട്ടുണ്ട്. അടുത്ത് പാലക്കാട്, കാസർഗോഡ്, തൃശ്ശൂർ LDCയിലും എന്താ ചോദിച്ചിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, വർഷമാണ്, സെയിം ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, 1, 2, 5 ക്വസ്റ്റ്യൻസ് ആണ് 3 സ്റ്റേജ് കഴിഞ്ഞപ്പോ ചോദിച്ചിരിക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ്, ഓരോന്നിൽ 2 വെച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ബാക്കി ഇനി എന്തൊക്കെ വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കുറച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ പോക്സോ ആക്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. അപ്പൊ അടുത്തത് നോക്കുവാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനാണ്. ട്രിവാൻഡ്രം LDCയിലും ചോദിച്ചിട്ടുണ്ട്, കൊല്ലം LDCയിലും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ആൻസറിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തില്ല. നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ എന്നെ ചോദിച്ചത് അതും GK. ബാക്കി സയൻസൊക്കെ ഒരുപാടുണ്ട്, അത് പിന്നാലെ പറയാം. പക്ഷെ അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഈ ടോപ്പിക് എങ്കിലും നോക്കാതെ പോകരുത്, റിവിഷൻ ചെയ്യുമ്പോൾ നോക്കാതെ പോകരുതെന്ന് വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ട്രിവാൻഡ്രത്തുനിന്നും കൊല്ലത്തുനിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 4 ക്വസ്റ്റ്യൻസിനും ട്രിവാൻഡ്രം, കൊല്ലം, പാലക്കാട്, പിന്നെ ഖാദി LDC കഴിഞ്ഞിരുന്നു, അതിലും ചോദിച്ചിട്ടുണ്ട് ഉപഭോക്തൃ. അപ്പം ഉപഭോക്തൃ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാണ്ട് ഇതിനെ പറ്റി സ്റ്റേറ്റ്മെന്റിലൊക്കെ ഞാൻ പറഞ്ഞു വേറെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെയിൽസ് അസിസ്റ്റന്റ്, ഒരു ലാബ് അറ്റൻഡർ കൂടെ കണ്ട്, അതിലും സെയിം ഏരിയയിൽ നിന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ കണ്ടോ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ക്വസ്റ്റ്യൻസ് ആണ്, ഏറെക്കുറെ സെയിം ആണ്. എന്താണെന്ന് പഠിച്ച എല്ലാത്തിന്റെയും ഒരു പ്രസ്താവനകൾ ശരിയാണ്, എന്താണ് സംഭവം എന്ന് പഠിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അടുത്തത് ഗാർഹിക പീഡനം. അതിന് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് നോക്കി, ഖാദി, കൊല്ലം 3 സ്റ്റേജിനും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഖാദിക്കും ചോദിച്ചിട്ടുണ്ട്. ഇതിനും 5 ക്വസ്റ്റ്യൻസ്. അപ്പം പോക്സോ ആക്ടിന് നോക്കി 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഗാർഹിക, ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഏരിയയിൽ നിന്ന് ഒരു 2 മാസത്തിനുള്ളിൽ ചോദിച്ചിരിക്കുന്നത്. LDC മാത്രമല്ല, ഒരു ഖാദിക്കും പിന്നെ ലാബ് അറ്റൻഡർ, സെയിൽസ്. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലാബ് അറ്റൻഡറിന്റെ, സെയിൽസ് അസിസ്റ്റന്റ് ഒക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കണ്ടു നോക്കാം, അത് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിവരാവകാശവും 4ലും ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, 2005 വിവരാവകാശം 2-ാം വകുപ്പിൽ പറയുന്നത് എത്ര ഫീസ് അടയ്ക്കണം. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്പോയിന്റ്മെന്റ്സ് വേറെയാണ്. ഈ ഓരോ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ്സ്, ഇപ്പോഴത്തെ ചെയർമാൻ ആര്, ചെയർപേഴ്സൺ ആര് എന്നുള്ള അപ്പോയിന്റ്മെന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോയിന്റ്മെന്റ്സിൽ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ കമ്മീഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ അപ്പോയിന്റ്മെന്റ്, ഇപ്പോഴത്തെ നിലവിലെ ആള് ആര് എന്നുകൂടി പഠിച്ചിട്ട് പോവുക. അത് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഓരോന്നിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ എക്കണോമിക്സിൽ നോക്കിയിട്ട് പോവേണ്ട മെയിൻ ആണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം പഞ്ചവത്സര പദ്ധതികളും നോക്കാണ്ട് പോകരുത് എന്നാണ്. ഹരിത വിപ്ലവത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ LDCയിൽ നിതി ആയോഗ് ചെയർമാൻ മാത്രമല്ല, അല്ലാത്ത അതിന്റെ സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എക്കണോമിക്സിൽ ചോദിക്കുന്നതെന്ന് വെച്ചാല് സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പുതിയ നയത്തിന്റെ ഒരു സാമ്പത്തിക പരിഷ്കരണങ്ങൾ. അത് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ച് ബുദ്ധിമുട്ട്, ചിലർക്ക് കുറച്ച് എക്കണോമിക്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചേരുംപടി ചേർക്കുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം ഈ ഹരിത വിപ്ലവം, നിതി ആയോഗ്, 5 year പ്ലാൻ, സാമ്പത്തിക, ഇത് 3 നിങ്ങൾ നോക്കാതെ
പോരുത്, മെയിൻ ആയിട്ട് നോക്കിയിട്ട് പോയി. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഹരിത വിപ്ലവത്തിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്? 4 എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഖാദി LDC ഉൾപ്പെടെയുള്ള 4 എക്സാംസിനും ഹരിത വിപ്ലവത്തിന്റെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന, ഹരിത വിപ്ലവത്തിന്റെ ശില്പി, നേട്ടങ്ങളെ പറ്റി ശരിയല്ലാത്തത്, വീണ്ടും അദ്ദേഹം സ്വാമിനാഥന്റെ അന്തരിച്ച വർഷം, സ്വാമിനാഥൻ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്തരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ബലങ്ങളിൽ ഉൾപ്പെടാത്തത് എല്ലാം സെയിം. അത് കുറച്ച് ഇതിൽ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ചോദിച്ചിരിക്കുന്നു. പിന്നെ എന്താണ് ചോദിച്ചത്? ഹരിത വിപ്ലവത്തിന്റെ ബലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതി. ഒരുവിധം എല്ലാം സെയിം ആയിട്ടുള്ള കാര്യമാണ്. ടോപ്പിക്കിന്റെ അടുത്തടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 എക്സാമിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, കഴിഞ്ഞ എക്സാമിന് 3rd സ്റ്റേജിന് ചോദിച്ചതാണ് 2 പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ ഖാദി LDC. പിന്നെ ഈ പഞ്ചവത്സര പദ്ധതികൾ എക്കണോമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പദ്ധതികളായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാല് പദ്ധതികളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ആരോഗ്യക്ഷേമ പദ്ധതികളുടെ മാത്രമായിട്ട്. അപ്പോ പദ്ധതികൾ ഏതൊക്കെയാണ് ചോദിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പത്തനംതിട്ട LDCയിൽ ചോദിച്ചിരിക്കുന്നതാണ് ആരോഗ്യകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണെന്നുള്ളത്. അതുപോലെ ട്രിവാൻഡ്രം LDCയിൽ 3 എണ്ണം ചോദിച്ചിട്ടുണ്ട്: വിദ്യാജ്യോതി, സ്നേഹസാന്ത്വനം, വാത്സല്യ നിധി. ഇതുപോലെ ഖാദി LDCയിലും നമ്മുടെ ലാബ് അറ്റൻഡർ പോലുള്ള എക്സാംസിനും കുറച്ചധികം പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിവിടെ കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും കൊടുത്തത്. അപ്പൊ ട്രിവാൻഡ്രം LDCക്ക് 3 എണ്ണമാണ് ആരോഗ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ കാണാത്തവര് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക ഇനി എക്സാംസിന് ഉള്ളവര്. അപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികൾ കുറച്ചധികം ഉണ്ട് പഠിക്കാനായിട്ട്. പേര് കൺഫ്യൂസിങ് ആയിട്ട് വരും. എല്ലാം ഏറെക്കുറെ ഒന്നാണ്, എല്ലാം ആരോഗ്യക്ഷേമമാണ്. അല്ലാത്ത പദ്ധതികളും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതലും എന്താണ് ആരോഗ്യക്ഷേമ പദ്ധതികളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ഏറെക്കുറെ പേരുകളും സെയിം ആയിരിക്കും. അതിന്റെ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആർക്കാണ് അതിന്റെ ഗുണഭോക്താവ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ അത് ഏറെക്കുറെ സെയിം ആയിരിക്കും. അപ്പം കൺഫ്യൂസിങ് ആവാതെ എന്തെങ്കിലും കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. എല്ലാം ഇങ്ങനെ ജ്യോതി, കിരണം അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് പദ്ധതികളിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം ആദിത്യ L1 ബഹിരാകാശത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആദിത്യ L1നെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം LDCയിൽ ആദിത്യ L1നെ കുറിച്ച് ചോദിച്ചാൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മംഗൾയാനും ചന്ദ്രയാനും അടുത്ത എക്സാംസിന് പോകുന്നവർ നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വീഡിയോ കറണ്ട് അഫയേഴ്സിന്റെ കണക്റ്റഡ് ഫാക്ട്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത എക്സാംസിന് എന്ത് ചോദിച്ചിട്ടുണ്ട്? സെയിം ചന്ദ്രയാനും മംഗൾയാനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊല്ലത്ത് ആദിത്യ L1 ആണ് ചോദിച്ചത്. ഖാദിയിലും ചോദിച്ചിട്ടുണ്ട്, ട്രിവാൻഡ്രം ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ആദിത്യയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാത്തിലും ചോദിച്ചിരിക്കുന്നത് ആദിത്യ L1 ആണ്. അതുപോലെ തന്നെ കൊല്ലത്തിൽ ചന്ദ്രയാനും ചോദിച്ചിട്ടുണ്ട്. വീണ്ടും അതിന്റെ റോവർ സെയിം സാധനങ്ങളാണ് ചോദിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ വരെ സെയിം ആയിട്ടാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ വരെ. അടുത്ത കഴിഞ്ഞ എക്സാംസിന് പത്തനംതിട്ട, അതിലും ചന്ദ്രയാന്റെ റോവർ, 2ഉം റോവറാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ ഡേറ്റ്, ഇത് ലാബ് അറ്റൻഡറിനെ ചോദിച്ചാണ്. അതുപോലെ തന്നെ ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വനിത, അതൊരു കറണ്ട് അഫയേഴ്സും കൂടെയാണ്. സുനിത വില്യംസ് ആണ്. അപ്പൊ ഒരു കറണ്ട് അഫയേഴ്സും കൂടെ ആയിട്ടാണ് അവരത് ചോദിച്ചിരിക്കുന്നത്. 6-7 ക്വസ്റ്റ്യൻസ് ആണ് ബഹിരാകാശം എന്നുള്ള ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. കൂടുതലും 3 ആദിത്യ L1 ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനി കുറച്ച് ചന്ദ്രയാനും മംഗൾയാനും, അതിന്റെ വെയിറ്റ്, അത് എപ്പോ എത്തി, എപ്പോഴാണ് അവിടെ എത്തിയത്, എന്നാണ് വിക്ഷേപിച്ചത്, അതിന്റെ എഞ്ചിന്റെ പേര്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. അതുപോലെ തന്നെയാണ് ബയോളജി. ട്രിവാൻഡ്രത്ത് ബയോളജിയിൽ ചോദിച്ചതാണ് ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഇത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? അടുത്തത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഖാദിയിൽ ചോദിച്ചതാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. രണ്ടും സെയിം ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലാണ് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പം അവര് ഫോക്കസ് ചെയ്യുന്നത് ഒരു സെയിം ഏരിയ തന്നെയാണ്. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഇതുപോലെ തന്നെയാണ്. ഇത് അപ്പോയിന്റ്മെന്റ് ആണ്. അടുത്ത അപ്പോയിന്റ്മെന്റ് പഠിക്കുമ്പോ കേന്ദ്രമന്ത്രിമാര്, കറണ്ട് അഫയേഴ്സ് അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ചോദിച്ചത് കണക്റ്റഡ് ഫാക്ട്സ് വെച്ചിട്ട്, അത് കണ്ടുപോകുക. അതുപോലെ കേന്ദ്രമന്ത്രിമാര്, കേരള മന്ത്രിമാര്, കേന്ദ്രത്തിലെ അപ്പോയിന്റ്മെന്റ്സ്, കേന്ദ്രത്തിലെ എല്ലാം എടുത്തും ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ, ചെയർപേഴ്സൺ, അതുപോലെ കേരളത്തിലെ ചെയർപേഴ്സൺ, അതൊക്കെ പഠിച്ചിട്ട് പോവാം. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചിട്ടുണ്ട്, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ,
യുവജനകാര്യ കമ്മീഷൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, യുവജനകാര്യ കമ്മീഷൻ, ആരോഗ്യമന്ത്രി എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പഠിച്ചിട്ട് പോവാ. അപ്പൊ ഇത്രയാണ് കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഫിസിക്സിലാണെങ്കിൽ വർക്ക്, എനർജി, പവർ, അതാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതുപോലെ കലാസാഹിത്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരെന്താ ചോദിക്കുക, മീൻസ് ഓരോ കഥകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തന്നിട്ട് ഇപ്പോഴായിട്ട് ഇറങ്ങിയ പുതിയ പുതിയ ബുക്കുകളുടെ കഥാപാത്രങ്ങൾ വരെ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് എഴുതാതിരിക്കുക, അത് വായിച്ച്. ഇപ്പം കഴിഞ്ഞ നമ്മുടെ സ്റ്റേജ് 3 ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം അത് എത്രത്തോളം വലിയ ക്വസ്റ്റ്യൻസ് ആണ് കലാസാഹിത്യത്തിൽ തന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് വായിച്ച് സമയം അറിയില്ല എങ്കിൽ, അറിയാത്തവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, അറിയില്ല എങ്കിൽ അത് വായിച്ച് സമയം കളയാതിരിക്കുകയാണ് നല്ലത്. വെറുതെ നമ്മൾ ചേരുമ്പഴി ചേർക്കുമ്പോൾ ഇതായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒഴിവാക്കുക, നെഗറ്റീവ് വരാതിരിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങളുണ്ടല്ലോ, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതൊന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. ലോക ചരിത്രത്തിലാണ് ഫ്രഞ്ച്, അമേരിക്കൻ, അത് വിപ്ലവങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ വിപ്ലവങ്ങളൊന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ വർക്ക്, എനർജി, പവർ. കെമിസ്ട്രി ആണെങ്കിലും കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് തന്നെ നോക്കിയിട്ട്, മാത്രം നോക്കാനല്ല, എല്ലാം നോക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കണക്റ്റഡ് ഫാക്ട്സിന് കൊടുക്കണം പഠിക്കണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ജിയോഗ്രഫിയിലാണെങ്കിൽ അന്തരീക്ഷം നോക്കുക. പിന്നെ ഭൂപ്രകൃതിയാണ് നോക്കേണ്ടത്, ഭൂപ്രകൃതി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കേണ്ട വെച്ചാൽ നിയമനിർമ്മാണ സഭ നോക്കുക. കടമെടുത്തത് ഒരുപാട് ചോദിക്കുന്നുണ്ട്. നിയമനിർമ്മാണ സഭ നോക്കുക, കടമെടുത്തത് ചോദിക്കുക, പിന്നെ ഭേദഗതികൾ ചോദിക്കുക, ഇപ്പോഴത്തെ പുതിയ ബില്ലുകൾ അതൊക്കെ നോക്കുക. അതൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ SCRT, NCRT പഠിച്ച്, NCRT ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. ഒരു 8th 10th സ്റ്റാൻഡേർഡിലെ SCRT പുസ്തകങ്ങള്, ബയോളജിയിലൊക്കെ മനുഷ്യ ശരീരം, അതിന്റെ ഒരു വിസർജന വ്യവസ്ഥ, അതൊക്കെ ഒന്ന് SCRT നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും എന്ത് ചെയ്യാ, കണക്റ്റഡ് ഫാക്ട്സും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാ. ഫുൾ പഠിക്കുക, കണക്റ്റഡ് ഫാക്ട്സ് മാത്രം നോക്കിയിട്ട് പോകാനല്ല പറയുന്നത്, എല്ലാം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ കണക്റ്റഡ് ഫാക്ട്സ് കൂടി റിവൈസ് ചെയ്ത് പോവാന്നാണ്. അപ്പോ അടുത്ത എക്സാം 7-ാം തീയതിയാണ്. അതിന്റെ അടുത്ത എക്സാംസ് ഉള്ളവർ എന്ത് ചെയ്യുക, കുറച്ച് നന്നായിട്ട് പഠിക്കുക. ഈ എക്സാം എത്തി കഴിഞ്ഞു, അപ്പൊ എല്ലാവരും റിവൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കാണും. അപ്പൊ ഇനി അടുത്ത എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.